ഹലോ ഫ്രണ്ട്സ്, പ്ലാന്റിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്നത്തെയും പോലെ ഇൻഡോർ പ്ലാന്റിനെ പരിചയപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു വീഡിയോ അല്ല ഇന്നത്തേത്. ഇന്ന് നമ്മളൊരു അടിപൊളി മാവിൻ തോട്ടമാണ് പരിചയപ്പെടാൻ പോകുന്നത്. ഒരുപാട് പ്രത്യേകതയുള്ള ഒരു മാവിൻ തോട്ടമാണ്. അപ്പൊ അതെന്താണെന്ന് അറിയാൻ നമ്മുടെ വീഡിയോ അവസാനം വരെ സ്കിപ്പ് ചെയ്യാതെ കാണണേ. അപ്പൊ ഒരുപാട് പ്രത്യേകതയുള്ള ഒരു മാവിൻ തോട്ടമാണെന്ന് ഞാൻ പറഞ്ഞല്ലോ ആദ്യമേ. അപ്പൊ അതിൽ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഇതൊരു മട്ടുപ്പാവ് മാവിൻ തോട്ടമാണ്. അപ്പൊ മട്ടുപ്പാവ് എന്ന് പറയുകയാണെങ്കിൽ നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ തിരുവനന്തപുരം സിറ്റിയുടെ ഹൃദയഭാഗത്തായിട്ടാണ് അപ്പൊ ഈ വീടുള്ളത്. വീടിന്റെ 3ാമത്തെ നിലയിലായിട്ടാണ് ഈ മാവിൻ തോട്ടം സെറ്റ് ചെയ്തിരിക്കുന്നത്. അത് മാത്രമല്ല, ഡ്രമ്മിലാണ് ഈ മാവിൻ തോട്ടം സെറ്റ് ചെയ്തിരിക്കുന്നത്. ഏകദേശം 10ൽ കൂടുതലുള്ള വെറൈറ്റി മാവ്, പേര, അങ്ങനെ കുറച്ച് ഫ്രൂട്ട് പ്ലാന്റ്സ് ഇവിടെ ഉണ്ട്. വളരെ സ്ഥലം കുറഞ്ഞ സ്ഥലത്താണ് ഈ മാവിൻ തോട്ടം ഇവര് സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പൊ അതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ നമുക്ക് നോക്കാം. അപ്പൊ ഇന്ന് എന്റെ കൂടെ വീഡിയോ എടുക്കാൻ അച്ചു ഉണ്ട്. അപ്പൊ നമ്മൾ ഇന്ന് നമ്മളെ വീട്ടിലുള്ള വീഡിയോ അല്ല, കഴിഞ്ഞ വീഡിയോ കണ്ടവർക്ക് മനസ്സിലായിട്ടുണ്ടായിരിക്കും. കഴിഞ്ഞ വീഡിയോ നമ്മൾ അച്ചുവിന്റെ ഒരു ഇൻഡോർ പ്ലാന്റ്സിന്റെ വീഡിയോ ആണ് ചെയ്തിരുന്നത്. അപ്പൊ അതിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇൻഡോർ പ്ലാന്റ്സിനെ കാട്ടി അടിപൊളിയായിട്ടുള്ള ഒരു ഫ്രൂട്ട്സ് ഗാർഡൻ അച്ചുവിനുണ്ടായിരുന്നു. അപ്പൊ അച്ചുവിന്റെ വീടിന്റെ 3ാമത്തെ നിലയിലാണ് നമ്മളിപ്പോ നിൽക്കുന്നത്. അപ്പൊ അച്ചു, നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് ഇന്ന് അച്ചുവിന്റെ ഗാർഡനിലുള്ള പ്ലാന്റ്സ് ഒക്കെ പരിചയപ്പെടുത്തി കൊടുത്താലോ? പരിചയപ്പെടുത്താം. അപ്പൊ ഒരുപാട് വെറൈറ്റീസ് മാവും അതേപോലെ തന്നെ പേരയ്ക്ക, അങ്ങനെ കുറച്ച് ഫ്രൂട്ട്സ് പ്ലാന്റ് ഇവിടെ നട്ടിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഏതൊക്കെയാണെന്ന് ഡീറ്റെയിൽ ആയിട്ടൊന്ന് നോക്കാം. അച്ചു, ഇവിടെ 10 കൂടുതൽ വെറൈറ്റി മാവ് നട്ടിട്ടുണ്ടെന്ന് പറഞ്ഞല്ലോ. അപ്പൊ ഏതൊക്കെ വെറൈറ്റിയാണ് ഇവിടെ നട്ടിരിക്കുന്നത്? ഇവിടെ ഇപ്പം കോട്ടൂർ കോണം, കാലാപ്പടി, ചന്ദ്രക്കാരൻ, ബ്രൂണോ കിങ്, പിന്നെ നീലം, കർപ്പൂരം, പിന്നെ ഹിമാം ബസന്ത്, ബനാന മാംഗോ, മൽഗോവ, പിന്നെ നാംഡോക് മൈ ഗോൾഡ് എന്ന് പറഞ്ഞൊരു വെറൈറ്റി പ്ലാന്റും ഉണ്ട്. അതാണ് ഇപ്പം ഉള്ളത്. പിന്നെ അല്ലറ ചില്ലറ ചെറിയ പ്ലാന്റ്സും ഉണ്ട്. പിന്നെ പേരയ്ക്ക, പിന്നെ മിറാക്കിൾ ഫ്രൂട്ട്, പിന്നെ സീഡ്ലെസ് ലെമൺ, അതേപോലത്തെ. അത് സ്പേസ് അനുസരിച്ച് ഓരോ മാവിന്റെ ഡ്രമ്മിന്റെ സൈഡിലായി നട്ടിട്ടുണ്ട്. ഇപ്പൊ ഈ മാവൊക്കെ ഇവിടെ തിരുവനന്തപുരത്ത് തന്നെ നഴ്സറികളിൽ നിന്ന് വാങ്ങിച്ചാണോ അതോ വേറെ എവിടെ എന്തെങ്കിലും കളക്ട് ചെയ്ത് കൊണ്ട് നട്ടതാണോ? എങ്ങനെയാണ്? ട്രിവാൻഡ്രത്തിന്നും ഉണ്ട്. പിന്നെ നമ്മൾ എടുത്തിട്ടുള്ളത് മലപ്പുറത്ത് നിന്ന് എടുത്തിട്ടുണ്ട്. പിന്നെ കണ്ണൂർ, പിന്നെ പാലക്കാട്, ഇവിടെ നിന്നൊക്കെ. കാരണം അത്യാവശ്യം ഈ കാലാപ്പാടി, നാംഡോക് മൈ എന്നൊക്കെ പറഞ്ഞ സാധനം ഒന്നും ഇവിടെ ഇങ്ങനെ കിട്ടാറില്ല. നമ്മൾ പുറത്തുനിന്ന് തന്നെയാണ് വരുത്തി. വെറൈറ്റി ആയതുകൊണ്ട് അപ്പൊ അതിന് നല്ല റേറ്റും കാണുമല്ലോ. ഓ, അത് നാംഡോക് മൈ നല്ല റേറ്റ് ഉള്ള, നല്ല മധുരമാണ്. ഇപ്പൊ ഇവിടെ ഏതൊക്കെ മാവ് കായ്ച്ചിട്ടുണ്ട്? ഇവിടെ ഇപ്പം ബനാന മാംഗോ മാത്രമാണ് ഇപ്പൊ കായ്ച്ചിരിക്കുന്നത്. അപ്പൊ ഇതിന് മുമ്പ് മാങ്ങ കിട്ടിയായിരുന്നു അതോ ഈ ബനാന മാംഗോ ആണോ ആദ്യമായിട്ട് കായ്ച്ചത്? ഇതിന് മുൻപേ പൂ വന്നിട്ടുണ്ടായിരുന്നു. കാലാപ്പാടിക്ക് പൂ വന്നിട്ട്, പക്ഷെ മഴ കാരണം നമുക്ക് എല്ലാം പോയി. ഫസ്റ്റ് കായ്ച്ചത് ബനാന മാംഗോ ആണ്. അപ്പൊ നമുക്ക് അതിന്റെ ഡീറ്റെയിൽഡ് ആയിട്ട് ഓരോ മാവിനെയും ഓരോ വെറൈറ്റി ഏതൊക്കെയാണെന്നൊന്ന് പറഞ്ഞു തരണേ. അപ്പൊ നമുക്ക് അതൊക്കെ നോക്കാവുന്ന. ഇതാണ് ബനാന മാംഗോ. ഇതാണ് ഇപ്പൊ ഞാൻ നട്ടതിൽ എനിക്ക് ആദ്യമായിട്ട് കായ്ഫലം കിട്ടിയത്. ഇതിപ്പോ ഒരു കൊലയിൽ തന്നെ നമുക്ക് 5 മാങ്ങയോളം കിട്ടിയിട്ടുണ്ട്. ഇതിപ്പം കുറച്ച് ചെറുതാണ്. ഇതിന്റെ ഏകദേശം വലിപ്പം ഈ കൈപ്പത്തിയിൽ ഇത്രയോളം വരും. പിന്നെ ഇതിന്റെ വാങ്ങിച്ചത് ഒരു 1500 രൂപ അടുപ്പിച്ചായി. ഇതിപ്പം അത്യാവശ്യം നല്ല വളർന്നിട്ടുണ്ട്. ഇതിപ്പം ഒരു 3000-4000 രൂപ വില വരുന്ന ഒരു വലിയ പ്ലാന്റ് പോലെ ആയിട്ടുണ്ട്. എന്തായാലും നന്നായിട്ട് വിളവ് ലഭിച്ചിട്ടുണ്ട്. അപ്പൊ ഇവിടെ നമ്മൾ ശ്രദ്ധിച്ചൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾ എല്ലാ മാവും നട്ടിരിക്കുന്നത് ഡ്രമ്മിലാണല്ലോ. അപ്പൊ ഡ്രമ്മ് മുറിച്ച് അതിലാണ് നട്ടിരിക്കുന്നത്. അപ്പൊ നമുക്കിപ്പോ തന്നെ അച്ചു പറഞ്ഞത് ഇപ്പൊ 1 വർഷം ആയതേ ഉള്ളൂ മാവ് നട്ടിട്ടെന്ന്. അപ്പൊ നന്നായിട്ട് കായ്ഫലം കിട്ടിയിട്ടുണ്ട്. ഇപ്പൊ ഒരു കൊലയിൽ തന്നെ 5 മാങ്ങയോളം കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഇതിന് പോട്ടി മിക്സർ ആയിട്ട് എന്തൊക്കെ സാധനങ്ങളാണ് യൂസ് ചെയ്തിരിക്കുന്നത്? ഇപ്പൊ നമ്മള് ചെമ്മണ്ണ്, പിന്നെ ചകിരിച്ചോറ്, പിന്നെ എല്ലുപൊടി, പിന്നെ കമ്പോസ്റ്റ്, അങ്ങനെ എല്ലാം കൂടെ. പിന്നെ ബയോഗ്യാസിന്റെ കുറച്ച് വേസ്റ്റും കൂടെ ഇട്ടിട്ടുണ്ട്. നമുക്ക് ഇവിടെ ഉണ്ടായിരുന്നു. പിന്നെ ഇവിടെ ഇപ്പം സ്ഥലം ഇല്ലാത്തതുകൊണ്ട് പിന്നെ അതിൽ തന്നെ ഇപ്പൊ ഡ്രമ്മാക്കി വെച്ചിട്ടുണ്ട്. അതിലും പ്ലാന്റ് നടാനായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പം അതിന്റെ എല്ലാം കൂടെ ഒരു മിക്സഡ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇപ്പൊ 3ാമത്തെ നിലയിലായതുകൊണ്ട് ഇപ്പൊ നമുക്ക് ഇതൊക്കെ കൊണ്ടുവരാനൊക്കെ ബുദ്ധിമുട്ടായിരുന്നില്ലേ? അപ്പൊ അച്ഛനും ആരെങ്കിലും ഒക്കെ ഉണ്ടായിരുന്നു ഹെൽപ്പ് ചെയ്യാനായിട്ടൊക്കെ? ഉണ്ടായിരുന്നു. ആളെ വെച്ച് തന്നെയാ മണ്ണും ഇതൊക്കെ. കാരണം ഒരുപാടുണ്ട്, ഒരു 10-15 ചട്ടി ഡ്രമ്മോളം ഉണ്ട്. അപ്പൊ നമുക്ക് എന്തായാലും ഒറ്റയ്ക്ക് പറ്റത്തില്ല. അതുകൊണ്ട് അത് വെച്ച് മണ്ണ് എന്തായാലും ഇങ്ങോട്ട് കയറ്റിയത് തന്നെ. ഇപ്പൊ എല്ലാം അച്ചു തന്നെയാണ് സെറ്റ് ചെയ്തത്. അപ്പൊ ഇവിടെ കൂടുതൽ വെറൈറ്റി ആയിട്ടുള്ള മാവാണല്ലോ ഉള്ളത്. അപ്പൊ അത് എങ്ങനെ സെലക്ട് ചെയ്തത്?
ഇപ്പൊ നമുക്കിപ്പോ സാധാരണ ഇപ്പൊ നമുക്കൊക്കെ ആണെങ്കിൽ അറിയാവുന്ന വെറൈറ്റീസ് കുറച്ചല്ലേ കാണത്തുള്ളൂ. ഇപ്പൊ എനിക്കൊക്കെ ആണെങ്കിൽ വളരെ കുറച്ച് മാത്രമേ മാവിന്റെ വെറൈറ്റീസ് അറിയാവുള്ളൂ. അപ്പൊ ഇത് ബനാന മാംഗോ എന്നൊക്കെ ഇപ്പൊ ഞാൻ ആദ്യമായിട്ടാണ്. അപ്പൊ അതെങ്ങനെയാണ് സെലക്ട് ചെയ്തത്? അപ്പൊ അതിനെ കുറിച്ച് കൂടുതൽ സെർച്ച് ചെയ്ത് അങ്ങനെ കണ്ടുപിടിച്ചതാണോ? കാരണം ഇതിനോടുള്ള ക്രേസ് തുടങ്ങിയപ്പോ പിന്നെ ഓരോ മാംഗോ ഇതായിട്ട് നോക്കി പിന്നെ നോക്കി വന്നപ്പോ പിന്നെ ബനാന മാംഗോ, നാംഡോക് മൈ എന്നൊക്കെ പറഞ്ഞത് അത് അത്യാവശ്യം ആരും കേട്ട് കാണത്തില്ല. പക്ഷെ അതൊക്കെ ഈ ഒരു ക്രേസ് കാരണം നോക്കി അങ്ങനെ കണ്ടുപിടിച്ചതാണ്. അച്ചു, ഈ ഡ്രമ്മില് നമുക്ക് ഈ മാവ് മാത്രമല്ലേ നടാൻ പറ്റത്തുള്ളൂ? അപ്പൊ മാവ് വലുതാവുന്നതല്ലേ? അപ്പൊ അതിന്റെ കൂട്ടത്തിൽ ഇവിടെ ഒരു ചെടി കൂടെ നട്ടിരിക്കുന്നത്. ഇത് ഏത് ചെടിയാ? ഇത് മിറാക്കിൾ ഫ്രൂട്ട് ആണ്. മറ്റേ നമുക്കിത് കഴിച്ചിട്ട് ഏത് ഫ്രൂട്ടും മീൻസ് ഏത് പുളിപ്പുള്ളത് കഴിച്ചാലും നല്ല മധുരമായിട്ട് തോന്നും. അത്യാവശ്യം ഈ മാവ് അങ്ങനെ വളരത്തില്ല, കാരണം നമ്മൾ ഡ്രമ്മിലല്ലേ വെച്ചിട്ടുള്ളത്. അപ്പം ഇതിനൊരു അളവുണ്ട്. അപ്പം ഇത് ഇനിയിപ്പം ഈ സൈഡിലായോണ്ട് ഗ്യാപ്പ് ഉണ്ട്. അപ്പം പിന്നെ നമുക്ക് എന്തായാലും ഇതേപോലെ നടാം. ഇത് കാഴ്ചയായിരുന്നോ? ഇല്ല ഇതിപ്പോ നട്ടതേ ഉള്ളൂ, കുറച്ച് ദിവസമായതേ ഉള്ളൂ. നമുക്ക് ബാക്കിയുള്ള മാവ് കൂടെ നോക്കാം. ഇത് കോട്ടൂർ കോണം. ഇതും അത്യാവശ്യം ഒരു വർഷമേ ആയിട്ടുള്ളൂ, എങ്കിലും അത്യാവശ്യം നല്ല വലുപ്പം വന്നിട്ടുണ്ട്. പിന്നെ അടുത്ത കായ്ഫലം ഇതിൽ നിന്ന് പ്രതീക്ഷിക്കാം. പിന്നെ ഇതിന്റെ സൈഡിൽ മിറാക്കിൾ ഫ്രൂട്ട് നട്ടതുപോലെ സീഡ്ലെസ് ലെമൺ നട്ടിട്ടുണ്ട്. നമുക്ക് അടുത്ത പ്ലാന്റ് നോക്കാം. ഇത് കാലാപ്പാടി. ഇതും അത്യാവശ്യം ഒരു വർഷമേ ആയിട്ടുള്ളൂ. ഇതിൽ ആദ്യം പൂ വന്നതാണ്, കാരണം മഴയൊക്കെ കാരണം ഇത് നല്ല പൊഴിഞ്ഞു പോയത്. ഇനിയിപ്പോൾ അടുത്ത കായ്ഫലവും ഇനിയിപ്പോൾ കോട്ടൂർക്കോണം കാലാപ്പാടിയുമാണ്. പിന്നെ ഇതിന്റെ ഓൾ സീസൺ മാംഗോ ആണ്. നമുക്ക് ഒരു വർഷത്തിൽ 3-4 പ്രാവശ്യം കായ്ക്കും. അടുത്ത ഇനിയിപ്പോ ഇതില് പൂ വരാറായല്ലേ? ഇനി അടുത്ത ഇതിൽ വരും. അടുത്ത നോക്കാം നമുക്ക്. ഇത് ചന്ദ്രക്കാരൻ. ഇതും ഏകദേശം ഒരു വർഷം അടുപ്പിച്ചായി വാങ്ങിയിട്ട്. ഇതിൽ നിന്നും അടുത്ത കായ്ഫലം പ്രതീക്ഷിക്കാം. ഇത് വന്നിട്ട് പുളിശ്ശേരി മാങ്ങയാണ്. അത്യാവശ്യം വീട്ടമ്മമാർക്കൊക്കെ ഉപകാരപ്പെടുന്ന ഒരു മാങ്ങയാണ്. ഇനി ഇതേത് മാവാണ്? ഇത് കൊളമ്പാണ്. ഇത് പക്ഷെ കുറച്ച് ഡ്രോഫ് ആയിട്ടാണ് നിൽക്കുന്നത്, കാരണം എന്തോ ഒരു വെയിലിന്റെയോ അതോ എന്തോ ഡിസീസ് ആണ് തോന്നണല്ലേ. ഇത് അത്യാവശ്യം വലിയ മാങ്ങയും നല്ല മധുരം ഉള്ളതുമാണ്. ഇതില് ഒരു പേര കൂടെ നട്ടിട്ടുണ്ട്. സൈഡില് സ്ഥലം ഉള്ളതുകൊണ്ട് ഒരു ചെറിയ പേരയും കൂടെ നട്ടിട്ടുണ്ട്. എന്ത് വെറൈറ്റി പേര്? ഇത് മറ്റേ അകത്ത് പിങ്ക് കളറായിട്ട് വരുന്നത് തായ്വാൻ പിങ്ക്. ഇത് നാംഡോക് മൈ ഗോൾഡ് എന്ന് പറഞ്ഞ വെറൈറ്റിയാണ്. ഇതിന്റെ മാങ്ങ ഏകദേശം നല്ല ഗോൾഡ് കളറും അത്യാവശ്യം നല്ല മധുരം ഉള്ളതുമാണ്. ഇത് തായ്ലാൻഡ് വെറൈറ്റിയാണ്. പിന്നെ ഇതിലും അത്യാവശ്യം പൂ വന്നിട്ടുള്ളതായിരുന്നു, കാരണം മഴയൊക്കെ കാരണമാണ് ഇത് പോയത്. അതുകൊണ്ട് നമുക്ക് ജസ്റ്റ് ഇതിനെ ഒന്ന് പ്രൂൺ ചെയ്ത് വിടാം. ഇത് കർപ്പൂരം എന്ന് പറഞ്ഞ വെറൈറ്റി മാങ്ങയാണ്. പിന്നെ ഇതിന്റെ സൈഡിലും വയലറ്റ് കളർ കാന്താരി ഒരു മുളകാണിത്. സൈഡിൽ സ്ഥലം ഉള്ളതുകൊണ്ട് നട്ടതാണ്. ഇത് ബ്രൂണോ കിങ് എന്ന് പറഞ്ഞ വെറൈറ്റി മാങ്ങയാണ്. ഇവിടെയും നമ്മളിപ്പോൾ ഒരു പേര നട്ടിട്ടുണ്ട്. ഇതിലിപ്പം ചെറുതായിട്ട് മൊട്ട് വന്നിട്ടുണ്ട്. ഇപ്പം നട്ടതേ ഉള്ളൂ, പക്ഷെ എന്തെങ്കിലും മൊട്ട് വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഇത് ഹിമാംബസൻ എന്ന് പറഞ്ഞ വെറൈറ്റി മാങ്ങയാണ്. ഇതും അത്യാവശ്യം നല്ല ടേസ്റ്റ് ഉള്ള മാങ്ങയാണ്. പിന്നെ നമുക്ക് ഇതിന്റെ സൈഡിലും ഒരു ചെറിയ മുളക് നട്ടിട്ടുണ്ട്, സ്ഥലം ഉള്ളതാണ്. ഇതിപ്പോ കണ്ടു കഴിഞ്ഞാൽ നല്ലൊരു വലിയ മാവിന്റെ ഒരു രൂപം തന്നെ ഉണ്ടല്ലേ? പിന്നെ ഇതിപ്പം വാങ്ങിച്ചത് നല്ല ചെറുതായിരുന്നു, ഇപ്പൊ നല്ല വലുപ്പമായിട്ടുണ്ട്. ഇതിപ്പം സ്ഥലമില്ലാത്തത് കൊണ്ട് ഒരു ചെറിയ ബക്കറ്റില് നമുക്കിപ്പോ ഒരു ബനാന സപ്പോട്ടോ നട്ടിട്ടുണ്ട്. ഇപ്പൊ എന്തായാലും അത്യാവശ്യം കായ്ഫലം കിട്ടും, കാരണം ഇത് മറ്റേ സപ്പോർട്ടയെക്കാട്ടും കുറച്ചും കൂടെ ടേസ്റ്റും കൂടെയാണ്. ഇതിപ്പം എന്തായാലും ഒരു വർഷത്തിനുള്ളിൽ എന്തായാലും കായ്ക്കും. ഇത് ഏത് വെറൈറ്റി മാവ വെച്ചു? ഇത് മൽഗോവ എന്ന് പറഞ്ഞ ഒരു വെറൈറ്റി മാവയാണ്. ഇതും അത്യാവശ്യം നല്ല ടേസ്റ്റ് ഉള്ളതാണ്. ഇതിപ്പോ ഇനിയിപ്പം അടുത്ത കായ്ഫലം ഒരു 5 മാസം അല്ലെങ്കിൽ 4 മാസത്തിനുള്ളിൽ എന്തായാലും വരും. പിന്നെ നമ്മൾ ഇതിന്റെ സൈഡിലും പേര നട്ടിട്ടുണ്ട്. പേര ഇപ്പൊ പക്ഷെ ഇത് നല്ല ചെറുതിൽ വാങ്ങിച്ചാണ്, പക്ഷെ ഇപ്പൊ നമുക്ക് നല്ല കായ്ഫലം കിട്ടി തുടങ്ങിയിട്ടുണ്ട്. ഒരു 40 പേരയോളം മേളില് നമുക്കിപ്പം കായ്ച്ചു കിടപ്പുണ്ട്. പിന്നെ എന്തായാലും അടുത്ത വിളവെടുപ്പ് അത് തന്നെയാണ്. ഇതിലിപ്പോ എന്തായാലും നമുക്കൊരു പേരയ്ക്ക പഴുത്ത് നിൽപ്പുണ്ട്, നമുക്ക് എന്തായാലും എടുക്കാം. എന്റെ തോട്ടത്തിൽ നിന്ന് തായ്വാൻ പിങ്ക് വെറൈറ്റി പേരയിൽ നിന്ന് കിട്ടിയ പേരയ്ക്കാണ്. അപ്പൊ എന്തായാലും നമുക്ക് ടേസ്റ്റ് ചെയ്യാം. നല്ല പിങ്ക് കളറിലുണ്ട് കേട്ടോ. എന്തായാലും തായ്വാൻ പിങ്ക് നീ കഴിക്കും. നല്ല പിങ്ക് കളറിലുള്ള തായ്വാൻ പിങ്ക് കാണും കേട്ടോ.
നല്ല മധുരം ഉണ്ട് കേട്ടോ. അപ്പൊ അച്ചുവിന്റെ മട്ടുപ്പാവിലെ മാവും തോട്ടം നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. അപ്പൊ അച്ചു, ഈ മാവൊക്കെ നട്ടിട്ട് എത്ര വർഷമായി എന്നാ പറഞ്ഞേ? ഇപ്പം 1 വർഷത്തിനും താഴെ ആയിട്ടുള്ളൂ, 1 വർഷമായിട്ടില്ല. അത്രേ ആയിട്ടുള്ളൂ. അപ്പൊ നമ്മളെ വീഡിയോ കണ്ടവർക്ക് മനസ്സിലായി കാണും, ഇപ്പൊ ഇതിലൊരു മാവ് മാത്രമേ കായ്ച്ചിട്ടുള്ളൂ. അപ്പൊ ഇനിയും കായ്ക്കാനായിട്ട് ഒരുപാട് മാവുകളുണ്ട്. അപ്പൊ അതൊക്കെ കായ്ക്കുമ്പോ അതിന്റെ വീഡിയോസ് നമ്മുടെ ചാനലിലൂടെ തന്നെ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനെ കാണിക്കാമോ? കാണിക്കാം. അപ്പൊ അച്ചു പറഞ്ഞ സ്ഥിതിക്ക് എന്തായാലും നമ്മളെ മാവ് കായ്ക്കുമ്പോ ഉള്ള വീഡിയോ നമ്മുടെ ചാനലിൽ പുറകെ വരുന്നതായിരിക്കും. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അച്ചുവിടെ ഒന്ന് പറഞ്ഞാൽ അവര് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യും നമ്മളെ. പ്ലാന്റ് പ്ലാന്റ് എന്ന ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്ര മാത്രം. പുതിയൊരു ചെടിയുമായി അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ.